ഇന്ന് ആരി വർക്കിൻ്റെ ബേസിക് സ്റ്റിച്ചായ ചെയിൻ സ്റ്റിച്ച് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ നോർമൽ ത്രെഡും ഒരു സിൽക്ക് ത്രെഡും എടുത്തിട്ടുണ്ട്. പിന്നെ നീഡിൽ 14 നമ്പർ നീഡിലാണ് ഇവിടെ ഞാൻ ഉപയോഗിക്കുന്നത്. ആദ്യമായിട്ട് നമുക്ക് നോർമൽ സ്വിങ് ത്രെഡിൽ എങ്ങനെയാണ് ചെയിൻ സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യമായിട്ട് ചെയിൻ സ്റ്റിച്ച് ചെയ്യുന്നവർ ഈ നോർമൽ സ്വിങ് ത്രെഡിൽ പഠിച്ചതിന് ശേഷം സിൽക്ക് ത്രെഡിലോട്ട് പോകുന്നതായിരിക്കും നല്ലത്. ഇനി എങ്ങനെയാണ് ചെയിൻ സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം ഈ ത്രെഡിൻ്റെ അറ്റത്ത് ഒരു കെട്ടിടുക. നമ്മൾ ആരി വർക്കിൽ എപ്പോഴും ത്രെഡ് ക്ലോത്തിനടിയിലും നീഡിൽ ക്ലോത്തിന് മുകളിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അതുപോലെ ഒരു കെട്ടിട്ട് ഈ നീഡിലിൻ്റെ അറ്റത്തൊരു ഹുക്കുണ്ട്. നമ്മൾ ഏത് ഡയറക്ഷനിലാണോ ചെയിൻ സ്റ്റിച്ച് ചെയ്തു പോകുന്നത് ആ ഹുക്ക് ആ ഡയറക്ഷനിലോട്ട് തിരിച്ച് വെച്ചിട്ടായിരിക്കും നീഡിൽ പിടിക്കേണ്ടത്. ഇനി എങ്ങനെയാണ് നമുക്ക് ചെയിൻ സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മൾ സാധാരണ ഈ ത്രെഡ് ഇതുപോലെ കയ്യിൽ ചുറ്റിയിട്ട് താഴെ വെച്ച് ഈ ഹുക്കിലിങ്ങനെ വലിച്ചിട്ടാണ് നീഡിൽ മേലേക്ക് ക്ലോത്തിന് മേലേക്ക് എടുക്കുന്നത്. അതെങ്ങനെയാണെന്ന് നോക്കാം. നമ്മളിതുപോലെ ത്രെഡ് ഇങ്ങനെ വലിച്ച് ഈ നീഡിൽ താഴേക്ക് കുത്തി താഴത്തെ ത്രെഡ് നീഡിൽ ഒന്ന് ചുറ്റി മേലേക്ക് വലിക്കുക. അപ്പോഴാണ് ഒരു ചെയിൻ സ്റ്റിച്ച് ചെയ്യുന്നത്. ഇങ്ങനെയാണ് ചെയിൻ സ്റ്റിച്ച് ചെയ്യുന്നത്. നീഡിൽ താഴേക്ക് കുത്തി നീഡിൽ ത്രെഡൊന്ന് ചുറ്റി മേലേക്ക് വലിക്കുക. ഇങ്ങനെയാണ് നമ്മൾ ചെയിൻ സ്റ്റിച്ച് ചെയ്തു പോകുന്നത്. ഇത് ഞാനിവിടെ നിന്ന് കട്ട് ചെയ്ത് താഴെ ഈ നീഡിൽ വെച്ചിട്ട് എങ്ങനെയാണ് ഇതിൻ്റെ എൻഡ് നോട്ട് ഇടുന്നതെന്നൊക്കെ ചെയിൻ സ്റ്റിച്ച് നന്നായി പഠിച്ചതിന് ശേഷമാണ് എൻഡ് നോട്ട് എങ്ങനെ ഇടാമെന്നുള്ളത് പഠിക്കുക. ഒന്നുകൂടി കാണിക്കാം. ഈ ഡയറക്ഷനിലോട്ട് ചെയ്യുമ്പോൾ ഹുക്ക് ഈ ഡയറക്ഷനിലോട്ട് തിരിച്ചു വെക്കണം. നീഡിൽ കുത്തി താഴെ ഒന്ന് ത്രെഡ് ചുറ്റി ഒന്ന് ഈ നീഡിൽ ഒന്ന് ഇവിടെ എത്തുമ്പോൾ ഒന്ന് തിരിച്ച് കൊടുക്കണം. എന്നാലാണ് ഈസി ആയിട്ട് ക്ലോത്തിന് മേലേക്ക് ഇതെടുക്കാൻ പറ്റും. ഇനി നമുക്ക് ക്ലോത്തിന് താഴെ എങ്ങനെയാണ് ത്രെഡ് പിടിക്കുന്നതെന്നും താഴെ എങ്ങനെയാണ് നീഡിൽ ത്രെഡ് ചുറ്റുന്നതെന്നും നോക്കാം. നമ്മൾ ത്രെഡ് ഇങ്ങനെ കയ്യിൽ പിടിച്ച് നീഡിൽ മേലെ നിന്ന് താഴോട്ട് ഇറക്കി ഇതിലിങ്ങനെ കുടുക്കി മേലോട്ട് വലിക്കുക. അപ്പോൾ നമുക്കിവിടെ ഈ കെട്ട് ഇവിടെ ലോക്കാവും. എന്നിട്ട് പിന്നീട് നമ്മൾ വിരലിൽ ഇങ്ങനെയാണ് ത്രെഡ് പിടിക്കേണ്ടത്. നീഡിൽ ഇങ്ങനെ ഇറക്കി ഒരു പ്രാവശ്യം ഒന്ന് ചുറ്റി കൊടുക്കുക. വീണ്ടും ഇങ്ങനെ നീഡിലിറക്കുക, ഒരു പ്രാവശ്യം ഇങ്ങനെ ചുറ്റി കൊടുക്കുക. അങ്ങനെയാണ് ചെയിൻ സ്റ്റിച്ചിന് വേണ്ടി താഴെ നീഡിൽ ത്രെഡ് ചുറ്റുന്നത്. ഒന്നിൽ കൂടുതൽ ചുറ്റാൻ പാടില്ല, ഒരു പ്രാവശ്യം മാത്രം ചുറ്റുക. അന്നേരം ഈ ത്രെഡ് നമ്മളിങ്ങനെ കയ്യിൽ പിടിക്കുകയും വേണം. ത്രെഡ് നീഡിലിങ്ങനെ താഴ്ത്തുക, ത്രെഡ് ചുറ്റി ക്ലോത്തിന് മേലെ എത്തുമ്പോൾ നീഡിലൊന്ന് തിരിച്ചിട്ട് വേണം മേലേക്ക് വലിക്കാൻ. അപ്പോൾ അത് ഈസി ആയിട്ട് ത്രെഡ് നമുക്ക് മേലേക്ക് തിരിക്കാൻ പറ്റും. ഇങ്ങനെയാണ് ക്ലോത്തിന് താഴെ നീഡിൽ ത്രെഡ് ചുറ്റുന്നത്. ഇനി ഇത് എങ്ങനെയാണ് സിൽക്ക് ത്രെഡിൽ ചെയ്തത് നോക്കാം. സിൽക്ക് ത്രെഡിൽ എപ്പോഴും നമ്മൾ ഡബിൾ ലെയറിൽ ത്രെഡ് എടുത്തിട്ട് വേണം ചെയ്യാനായിട്ട്. സിൽക്ക് ത്രെഡിൻ്റെ
കനം കുറവായതുകൊണ്ട് സിംഗിൾ ലെയറിലെടുത്താൽ അത് പൊട്ടിപ്പോവാനുള്ള സാധ്യത കൂടുതലാണ്. നമ്മളിത് ഡബിൾ ലെയറിലെടുത്ത് ചെയിൻ സ്റ്റിച്ച് ചെയ്യുമ്പോൾ എപ്പോഴും നീഡിൽ മേലേക്ക് വലിച്ചുമ്പോൾ 2 ത്രെഡും മേലേക്ക് വരുന്നത് ശ്രദ്ധിക്കണം. ആദ്യമായിട്ട് ചെയ്യുന്നവർക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അത് പ്രാക്ടീസിൽ ചെയ്ത് ശരിയാക്കാവുന്നതേ ഉള്ളൂ. നമ്മളിങ്ങനെ നീഡിൽ താഴെ കയറ്റി താഴേന്ന് ത്രെഡൊന്ന് ചുറ്റി മേലേക്ക് വലിച്ചെടുക്കണം. ആദ്യമായിട്ട് ചെയിൻ പ്രാക്ടീസ് ചെയ്യുമ്പോൾ കുറച്ച് ലെങ്ത്തിൽ ചെയിൻ എടുത്ത് പ്രാക്ടീസ് ചെയ്യാം. ഈ ത്രെഡ് നമുക്ക് ഇങ്ങനെ താഴേക്ക് ഈ ഹുക്കിട്ട് വലിച്ച് കഴിഞ്ഞാൽ താഴേക്ക് വലിച്ച് പോവാം. താഴേക്ക് പോകുന്നതായിരിക്കും. ഒന്നുകൂടി ചെയ്ത് കാണിക്കാം. നമ്മൾ നീഡിൽ താഴേക്ക് ഇറക്കി ഈ ത്രെഡ് മേലേക്ക് വലിച്ചെടുക്കുക. 2 ത്രെഡ് മേലേക്ക് ഒരുമിച്ച് വലിച്ചെടുക്കാൻ ശ്രദ്ധിക്കണം. മറ്റേ നീഡിലൊന്ന് കുത്തി താഴെ ത്രെഡ് ചുറ്റി മേലേക്ക് വലിച്ചെടുക്കുക. അങ്ങനെയാണ് ആരി വർക്കിൻ്റെ ബേസിക് സ്റ്റിച്ചായ ചെയിൻ സ്റ്റിച്ച് ചെയ്യുന്നത്.